ഹലോ, ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് പറയാൻ വിചാരിക്കുന്നത് ഒരു കഥയാണെന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പാൻ്റെ ഉമ്മ എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കഥയാണ്. അത് ഉണ്ടായിട്ടുള്ള അങ്ങനെ സംഭവിച്ചിട്ടുള്ളതാണെന്നാണ് അന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എന്നോട് പറഞ്ഞിരിക്കുന്നത് അന്ന് അങ്ങനെ എൻ്റെ വല്യമ്മാൻ്റെ ചെറുപ്പകാലത്ത് ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണെന്നാണ് കേട്ടോ പറഞ്ഞു തന്നിട്ട്. അപ്പോൾ അത് പറയാനുണ്ടായ കാരണം ഇന്നൊരു പോസ്റ്റ് കണ്ടത് തന്നെയാണ് കേട്ടോ. പോസ്റ്റ് കണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെറുപ്രായത്തിൽ കുടുംബത്തിലാരോ കയറിപ്പിടിച്ചു എന്നാണ് ഇപ്പം പറയണത്. ചെറുപ്പത്തിൽ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് കയറിപ്പിടിച്ചു എന്നാണ് ഇപ്പോൾ 30-35 വയസ്സായ സമയത്ത് പറയണത്. അപ്പോൾ അത് പറയാനുണ്ടായി. അപ്പോൾ അത് ആ പോസ്റ്റ് കണ്ടപ്പോഴാണ് ഇത് പറയണം എന്നുള്ള ഇങ്ങനൊരു സംഭവം എൻ്റെ വല്യമ്മൻ്റെ ഞങ്ങളടുത്ത്, ഞങ്ങൾ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ ഞങ്ങളടുത്ത് ഇങ്ങനെ കഥ പറഞ്ഞു തരുന്ന കൂട്ടത്തിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ആ കാര്യം അങ്ങനെ ഉണ്ടായിട്ടുള്ള കാര്യമാണ്. അതൊരു കഥയല്ല, അത് സംഭവിച്ച കാര്യമാണെന്നാണ് പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതെന്താ സംഭവം വെച്ചാൽ, ഒരമ്മ ആകെ ഒരു മകനുള്ളൂ, ഭർത്താവില്ലാതെ. അതിനെ മകനെ നോക്കി വളർത്തി പഠിപ്പിച്ച് ഇതാക്കിയിട്ട് പോലീസുകാരനാക്കി. അപ്പോൾ ആ അമ്മ അവനെ പഠിപ്പിക്കാനും പോലീസുകാരനാക്കാനൊക്കെ അതിനൊക്കെ പൈസ വേണമല്ലോ. അപ്പോൾ പഠിപ്പിക്കണമെങ്കിലും പോലീസുകാരനാക്കണമെങ്കിൽ ഒക്കെ പൈസ വേണമല്ലോ. അപ്പോൾ ആ പൈസ ജീവിച്ചിരുന്നത് ഈ കുട്ടീനെ പോറ്റി വളർത്തിയതൊക്കെ ഉപ്പ് വാറ്റിയിട്ടാണെന്നാണ് പറഞ്ഞിരുന്നത് കേട്ടോ. ഉപ്പ് വാറ്റിയിട്ട് അന്ന് ചാരായം ഉണ്ടാക്കുമായിരുന്നു. ചാരായം വാറ്റണം അങ്ങനത്തെ ഒരു സംഭവങ്ങളുള്ള കാലമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുപോലെ ഉപ്പ് വാറ്റിയിട്ട് വിറ്റിട്ടാണ് ആ മകനെ വളർത്തിയതും പഠിപ്പിച്ചതൊക്കെ പോലീസുകാരനാക്കിയതെന്നൊക്കെയാണ് അന്ന് എൻ്റെ വല്യമ്മൻ്റെ അടുത്ത് ഞങ്ങളടുത്ത് പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ പഠിപ്പിച്ച് അന്ന് ഉപ്പ് വാറ്റുന്നത് ക്രിമിനൽ കുറ്റമാണ്. ചാരായം വാറ്റുന്നത് പോലെ തന്നെ കുറ്റമാണ് അന്ന്. അത് ഉപ്പ് വാറ്റുക എന്ന് പറഞ്ഞാൽ അന്ന് കുറ്റമാണ്, അത്ര ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. പോലീസ് പിടിക്കുകയൊക്കെ ചെയ്യുക, അങ്ങനത്തെ സംഭവമായിരുന്നു. പക്ഷെ എന്നാൽ അങ്ങനെ ചെയ്തിട്ടാണ് ആ മകനെ ആ അമ്മ വളർത്തിണ്ടാക്കിയത് പഠിപ്പിച്ചതും പോലീസുകാരനാക്കിയതൊക്കെ. അപ്പോൾ അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു മകനൊരു പോലീസുകാരനാക്കണം. അപ്പോൾ അങ്ങനെ ഈ പോലീസുകാരനാക്കിയപ്പോൾ ഈ മകന് പോലീസിൽ ജോലി കിട്ടി, പോലീസിൽ ജോയിൻ ചെയ്ത്. എന്നിട്ട് ഈ മകൻ എന്ത് ചെയ്തിരിക്കണത്ര, ആദ്യം പോയിട്ട് ഈ അമ്മേനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. അതായത് ഉപ്പ് വാറ്റിയതിന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി. അപ്പോൾ പിന്നെ ഹാജരാക്കിയപ്പോൾ ഗവൺമെൻറ് ജോലി കൊടുത്ത ആൾക്കാരുണ്ടാവുമല്ലോ, പോലീസ് ജോലി കൊടുത്ത ആൾക്കാർ ഗവൺമെൻറ് തന്നെ തോന്നുന്നു അന്ന് തന്നെ അവനെ ആ പോലീസ് ഉദ്യോഗസ്ഥ ആ ജോലിയിൽ നിന്ന് പിരിച്ചു കിട്ടുന്നു. അപ്പോൾ ഇത്ര ആത്മാർത്ഥത ഉള്ള ഒരാളെ തന്നെ പോലീസിന് വേണ്ട എന്ന് പറഞ്ഞിട്ട് പോലീസിൻ്റെ ആ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ ആളെ തന്നെ ആ മകനെ പിരിച്ചു വിടുകയാണ് ഉണ്ടായത്. അപ്പോൾ അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ 35 വയസ്സായ ആൾ പറയണത് ചെറുപ്പത്തിൽ എന്താ പറയുക, കുടുംബത്തിലൊരാൾ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ പറയണം കേട്ടോ. പീഡിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നൊന്നും പറയാൻ പറ്റിയില്ല, ഇന്നാണ് ഇപ്പോൾ പറയണത്. അപ്പോൾ അത് പറയാൻ അതിനുള്ള ഒരു അവസരം കിട്ടിയത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഈ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആ വ്യക്തി എന്നെ പണം ചിലവാക്കി പഠിപ്പിച്ച് ഇയാൾക്കൊരു ജോലിയാക്കി കൊടുത്തിട്ടാണ്. ആ ജോലി കിട്ടിയപ്പോഴാണ് പണ്ടെങ്ങോ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള പരാതി കൊടുക്കലും അവരെ കുടുംബം കലക്കലും ബഹളങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പിന്നെ അത് ചെയ്ത സ്ഥിതിക്ക് ഇപ്പോൾ ആൾക്കാർ ജോലി കിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഊഹം. പിന്നെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടോ എന്തോന്നും അറിയില്ല, ആളിവിടെ സ്ഥലത്തൊന്നും ഇല്ലാത്തതുകൊണ്ട്
എന്താണ് ഏതാണെന്ന് അറിയില്ല. ആ ജോലി തന്നെ ആണോ, പഠിച്ചിട്ട് കിട്ടിയ ആ ജോലി തന്നെ ആണോ, ഇനി വേറെ എന്തെങ്കിലും ജോലി ചെയ്യുകയാണോ ഒന്നും അറിയില്ല കേട്ടോ. അപ്പോൾ പോസ്റ്റുകൾ ഇങ്ങനെ വരുന്നുണ്ട്. പല എല്ലാവരുടെ ഫോണിലുണ്ട്, ഒരാളുടെ ഫോണിൽ മാത്രമൊന്നുമല്ല. എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര ചർച്ചയാണ് നടക്കുന്നുണ്ട്. ഈ പോസ്റ്റ് കണ്ടിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഏതൊരാളും പണ്ട് അത് നടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഉള്ളത് അല്ല അങ്ങനെ ഒരു സംഭവിച്ചു പോയ കാര്യമാണോ, അതൊരു കഥയാണോ എന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ആ കഥയ്ക്ക് തുല്യമായ ഒരു കാര്യമാണ് ഇവിടെ നടന്നിട്ടാണ് ഇപ്പോൾ നടന്നതായിട്ടിപ്പോൾ അനുഭവിക്കുകയാണ് കേട്ടോ. അന്നത് കഥയായിരുന്നോ അതല്ല, അതിനിപ്പോൾ എൻ്റെ വലിയമ്മയുടെ ചെറുപ്പകാലത്ത് ഉണ്ടായ കാര്യമാണെന്നാണ് അന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്. പക്ഷെ അതേ സെയിം കാര്യമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആള് പോസ്റ്റ് ഇടുമ്പോൾ ഇപ്പോൾ ഒരു 2 മിനിറ്റ് മുന്നേ കൂടി ആ പോസ്റ്റ് കണ്ടതാണ് വീണ്ടും ഇപ്പോൾ അത് പറയാനുണ്ടായി. കാരണം പോസ്റ്റ് കണ്ടതിനെ കുറിച്ച് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ വീണ്ടും അതിനെക്കുറിച്ച് പലപ്പോഴും ആ പോസ്റ്റ് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഒരു വിവരമില്ലായ്മ ആയിട്ട് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് വിവരമില്ലായ്മ അല്ല. പക്ഷെ ഇത് തന്നെ ഈ പാല് കൊടുത്ത കൈക്കന്നെ കുത്തുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണമെന്നാണ് പറയുന്നത് കേട്ടോ പോസ്റ്റിൽ. അപ്പോൾ ആ ഒരു കഥ ഈ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ആ ഒരു കഥ എൻ്റെ വലിയമ്മ പറഞ്ഞു തന്ന ആ ഒരു കഥ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് തന്നെ, എപ്പോഴും പാല് തന്ന കൈക്കന്നെ കൊത്തണം, അതാണ് എളുപ്പം. കൊത്താൻ എളുപ്പം അതാണ്. പാല് കൊടുക്കുന്ന കൈക്കാണല്ലോ, അതാണല്ലോ നമ്മൾ പാലിങ്ങനെ തരുമ്പോൾ അതാണ് ആ കൈയാണ് നമുക്ക് അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ഏറ്റവും എളുപ്പം അതാണ്, പാല് തന്ന കൈക്ക് കൊത്തുന്നതാണ് എളുപ്പം. പിന്നെ വേറൊരാളെ കൊത്തണമെങ്കിൽ ആൾ നമ്മുടെ മേൽ ചവിട്ടണം. പാമ്പിൻ്റെ മേൽ ചവിട്ടിയാലല്ലേ പാമ്പ് കൊത്താൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ സൂക്ഷിച്ച് നടക്കും കാലം പാമ്പിനെ നമ്മൾ ചവിട്ടില്ല. അപ്പം അതിനായിട്ട് എളുപ്പം, പാമ്പിന് കൊത്താൻ എളുപ്പം തന്നെ പാല് തരുന്ന കയ്യിൽ കൊത്തുകയാണ് ഏറ്റവും എളുപ്പം. അപ്പം അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. പഠിപ്പിച്ച് വളർത്തി വലുതാക്കി കഷ്ടപ്പെട്ടിട്ട് മക്കൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇങ്ങനൊക്കെ ഉള്ളത്. അപ്പോൾ അതാട്ടപ്പോൾ ഇന്നത്തെ ഒരു സംസാര വിഷയം. അപ്പോൾ ഓക്കെ, എന്നാൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്.